ഹലോ ഓൾ, എല്ലാവർക്കും KS മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തകൃതിയായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. LDC മാത്രമല്ല, മറ്റു പല പരീക്ഷകളും PSC ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ തിരക്ക് പിടിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്ക് തന്നെയാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. മിക്കവാറും തവണ PSC ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ടോപ്പിക്കാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ രസതന്ത്രം വിഭാഗത്തിലുള്ള നോബൽ പ്രൈസുകൾ പല വർഷങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു വർഷത്തിൽ റീസെന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു പോയാൽ പോരാ. കാരണം PSC മുൻപ് കൊടുത്തതും ചോദിക്കാറുണ്ട് ഇടയ്ക്കെടുത്തിട്ട്. കാരണം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും ഈ നോബൽ പുരസ്കാരം ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുറച്ചധികം വർഷങ്ങളിലെ, അതായത് 4 വർഷത്തോളമുള്ള നോബൽ പുരസ്കാരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇത്തരത്തിൽ നമ്മൾ നോബൽ പുരസ്കാരങ്ങളെയൊക്കെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മുൻപ് പഠിച്ചിരുന്നപ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താ അത്? ഏത് വർഷമാണ് നോബേൽ കൊടുത്തത്, ആർക്കാണ് നോബേൽ കിട്ടിയിട്ടുള്ളത്, ഏത് വിഷയത്തിനാണ് കൊടുത്തത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, കഴിഞ്ഞ LDC 2021 ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിൽ PSC ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. PSC മാറുമ്പോൾ നമ്മളും മാറണം. സോ ഇപ്പോൾ നോബൽ പുരസ്കാരത്തിന് ചോദിച്ചു പോരുന്ന ചോദ്യങ്ങൾ ഏകദേശം ഇതുപോലെയാണ്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2 വനിതാ ശാസ്ത്രജ്ഞരായ ഇമ്മാനുവേൽ കാർപെന്റിയർ, അതുപോലെ ജെന്നിഫർ A. ഡൗന എന്നിവർ നേടിയിരിക്കുകയാണ്. അവർക്ക് ഈ പുരസ്കാരം ലഭിക്കാൻ സഹായിച്ച കണ്ടെത്തൽ അല്ലെങ്കിൽ നേട്ടം എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തൊക്കെയാ? ലിഥിയം അയൺ ബാറ്ററി വികസിപ്പിച്ചതിന്, ക്രിസ്പർ അല്ലെങ്കിൽ Cas9 എന്നുള്ള ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിന്, ബാക്ടീരിയോഫാഗുകൾ എൻസൈമുകളുടെ പരിണാമം എന്നിവയിൽ നടത്തിയ ഗവേഷണം, ഇതൊന്നുമല്ല. ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനത് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇതിന്റെ ഉത്തരം ഞാൻ ഇപ്പോൾ പറയില്ല. ഈ ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് നോക്കാം എങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ നേരിടണം എന്നുള്ളത്. രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ഇത് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. എന്താണ്, ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? മൗങ്കി ബവൻഡി, അതുപോലെ ലൂയിസ് ബ്രൂസ്, അലക്സി യെക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അവരെന്താണ് കണ്ടെത്തിയത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ്. എന്താണ് ക്വാണ്ടം ഡോട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ കണികയെ ഈ ഒരു ക്വാണ്ടം ഫിസിക്സ് പ്രകാരം അതിൽ നിന്നും കൊച്ചു കൊച്ചു കണികകൾ, നാനോ പാർട്ടിക്കിൾസിന്റെ വലിപ്പത്തിലുള്ള കണികകൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണത്. അത്രയധികം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാനോ ടെക്നോളജിയുമായിട്ട് അല്ലെങ്കിൽ നാനോ എന്ന ശാസ്ത്ര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് ഈ ക്വാണ്ടം ഡോട്ടുകൾ എന്നുള്ളത് പഠിച്ചു വെക്കുക. കാരണം ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? എഴുതാനായിട്ട് പറ്റണം. കാരണം ഇപ്പൊ അങ്ങനെയാണ്, ലെവൽ കൂടുതലാണ് ചോദ്യങ്ങളുടെ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൂടുതൽ പഠിക്കാം. പക്ഷെ ഇതാണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളും നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ് വർഷം? 2023 എന്നുള്ളത് നമ്മുടെ കൺവെൻഷണൽ രീതിയിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഏത് കാര്യത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ എന്താ? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ്. അതായത് ഇപ്പൊ ഉദാഹരണം, നമ്മുടെ ഈ ഒരു വീട് അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം വളരെ ചെറുതായി പോകുന്നു. ആ ഒരു നാനോ വലുപ്പത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ആ ചെറിയ സാധനങ്ങളെല്ലാം വിൽ ബിഹേവ് ഡിഫറെന്റ്ലി, വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. അത്തരത്തിലുള്ള ഒരു ഒപ്റ്റിക്കൽ വ്യത്യാസമുള്ള കണികകൾ കണ്ടെത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ക്വാണ്ടം ഡോട്ടുകൾ എന്ന് പറയുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് കൂടുതൽ ഗഹനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇത് നാനോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ക്വാണ്ടം ഡോട്ടുകൾ എന്നുള്ളത്. അടുത്തതായിട്ട് 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ്? കരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൻ, K. ബാരി ഷാർപ്ലസ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? കരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൻ, അതുപോലെ
കെ ബാരി ഷാപ്ലസ് എന്നിവർക്കാണ് ഈ ഒരു പുരസ്കാരം 2022 ലഭിച്ചിരിക്കുന്നത്. കൂടാതെ അവർക്ക് എന്ത് കണ്ടെത്തതിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിനാണ്. ഇപ്പോൾ ഒരു രാസബന്ധനം നടക്കുമ്പോൾ രണ്ടുപേര് ഒരു മുറിക്കകത്ത് ഫ്രീ ആയിട്ടുള്ള ഒരു മുറിയിൽ വന്ന് കൈ കൊടുക്കുന്നത് പോലെ ഇരിക്കും. പക്ഷേ ആ മുറിയിൽ ഒരുപാട് അനാവശ്യ സാധനങ്ങൾ, അല്ലെങ്കിൽ മേശ, കസേര, ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടയിൽ കുറെ ഇഷ്ടികകളും അതിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ടു പേർക്ക് പരസ്പരം കണ്ടുമുട്ടുകയോ കൈ കൊടുക്കുകയോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഇരിക്കട്ടെ. അതുപോലെയാണ് നമ്മുടെ വേൾഡ് ഓഫ് കെമിക്കലുകളും. അപ്പോൾ ടാർഗറ്റ് ആയിട്ടുള്ള ആ ഒരു കെമിക്കലിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ പറയുന്ന ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത്. ഇതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ ഈ മരുന്നുകൾക്കും മറ്റും ടാർഗറ്റിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട്, എവിടെയാണോ ശരീരത്തിൽ രോഗമുള്ളത്, പ്രശ്നമുള്ളത്, അവിടത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു മെക്കാനിസമാണ് ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറയുന്നതിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ ഓർത്തോഗണൽ കെമിസ്ട്രി എന്ന് പറയുന്നതും ഇതുപോലെ ശരീരത്തിനകത്ത് ജീവനുള്ള വസ്തുക്കളിനകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ബേസ് ആയിട്ട് എന്താണ് സംഗതി എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. അങ്ങനെ നമ്മൾ 2022 നോബൽ നോക്കി. അടുത്തതായിട്ട് 2021 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് WC മാക്മില്ലനുമാണ്. എന്താണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ്റ്റിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കണ്ടെത്തലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം മാറ്റം സംഭവിക്കാതെ ഒരു രാസപ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ്. അതിനകത്തേക്ക് ഈ കാറ്റലിസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ആ ഒരു റിയാക്ഷൻ വളരെ സ്പീഡാക്കും. അതാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഓർഗാനോ കാറ്റലിസ്റ്റിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? നോബൽ പുരസ്കാരം 2021 ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വർഷം നോക്കുക, പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എന്തിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു ബേസിക് ലെവലിൽ നമ്മൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, അടുത്തത് നോക്കാം. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടു, ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ, ആർക്കൊക്കെ ആയിരുന്നു? ഇമ്മാനുവൽ ചാർപെന്റിയറും ജെന്നിഫർ എ ഡൗണയുമായിരുന്നു 2020 പുരസ്കാരം നേടിയിട്ടുള്ളവര്. ആരൊക്കെയാണ്? ഇമ്മാനുവൽ ചാർപെന്റിയറും ജെന്നിഫർ എ ഡൗണയുമാണ് പുരസ്കാരം നേടിയിരുന്നത്. ഓക്കെ, അപ്പോ ജീനോം എഡിറ്റിങ്ങിലുള്ള ഒരു രീതി വികസിപ്പിക്കുന്നതിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജീനോം എന്ന് പറയുമ്പോൾ DNA ലെവലിലുള്ള ഒരു കാര്യമാണ്. DNA എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ് അല്ലേ. അപ്പൊ അത് തന്നെ വളരെ ചെറിയ വലിപ്പമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മോളിക്യൂളാർ ലെവലിലായിരിക്കും ആ ഒരു പഠനങ്ങൾ നടക്കുക. അപ്പൊ ആ ജീനോം എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഡിലീഷൻ ഓഫ് ജീൻസ്, അല്ലെങ്കിൽ പുതിയ ജീനുകളെ ഇൻസേർട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ജീനോം എഡിറ്റിങ്ങിനുള്ള ഒരു വിദ്യ വികസിപ്പിച്ചതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ജീനോം എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ DNA അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കുക. ജീനുകൾ, DNA തുടങ്ങിയിട്ടുള്ള കാര്യവുമാണ് ഇവിടെ അവര് കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ്? ജീനോം എഡിറ്റിങ്ങിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനായിരുന്നു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? എന്താണ്? ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിനാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ ആളുകളുടെ പേരും വർഷവും മാത്രമല്ല എന്തിനാണ് ലഭിച്ചത് എന്നുള്ളത് വളരെ ബേസിക് ലെവലിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസ്താവന നമുക്ക് എളുപ്പം കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ക്രിസ്പർ ഓർ Cas9 എന്നുള്ള ഒരു പേര് നമ്മൾ പഠിച്ചില്ലായിരിക്കും. പക്ഷെ കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റുക. അപ്പൊ നമ്മളിവിടെ ജീൻ എഡിറ്റിംഗ് ആണ് എന്നുള്ളത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി, ജീൻ എഡിറ്റിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ യഥാർത്ഥ പ്രസ്താവന എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഇനി വരുന്ന പ്രസ്താവന ചോദ്യങ്ങളെ നേരിടേണ്ടത്. ഓക്കെ, LDC പരീക്ഷയിലേക്ക് നമ്മുടെ മുമ്പിൽ കുറച്ച് ദൂരമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എക്സാമിന്റെ കോറ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഗഹനമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ്. കാണാതെ പഠിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ കളം വിട്ടു പോയിട്ട് കുറച്ചു കാലമായി. അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷ മാറുന്നതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആവണം.
ആ ഒരു അപ്ഡേഷൻ നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് 5-ൽ 1 സർക്കാർ ജോലി നേടിക്കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ രസതന്ത്രത്തിലുള്ള നോബൽ പുരസ്കാരങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ മറ്റ് വിഷയങ്ങളിലുള്ള നോബൽ പുരസ്കാരങ്ങളും വഴിയെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആകും. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുകയും അത് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വസ്തുതകളെ കാണാതെ പഠിച്ചുകൊണ്ടല്ല ഇനി വരാൻ പോകുന്ന പരീക്ഷയെ നമ്മൾ നേരിടേണ്ടത്. നമ്മളിവിടെ മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ആ രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചാനൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കണ്ട് നിങ്ങൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ LDC ക്ലാസ്സുകൾ. ഏതൊരു കോൺസെപ്റ്റും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്ന അധ്യാപകർ. ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാനും പറ്റും. ഇനി പഠിച്ചാൽ മാത്രം പോരല്ലോ, റിവിഷനും കൂടെ ആവശ്യമാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് ഇതെല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക.